നമസ്കാരം, ഞാൻ ജീതു, വാഴൂർ ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡ് മെമ്പറാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ 10 വർഷം പൂർത്തീകരിക്കുകയാണല്ലോ. ഈ രണ്ടു ഭരണസമിതികളോടെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതാണ് എനിക്ക് കിട്ടിയ ഫസ്റ്റത്തെ ഒരു ചോദ്യം. തീർച്ചയായിട്ടും 10 വർഷം പിന്നെ ഭരണസമിതിയിൽ ഇരുന്ന ഒരാളാണ്. എൻ്റെ കാലാവധി കഴിയാനായി. കഴിഞ്ഞ ഭരണസമിതിയുടെ 5 വർഷം നമുക്കറിയാം. അതിന്റെ മുന്നേ വന്ന വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ LDFന്റെ ഒരു ഭരണമായിരുന്നു. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട് കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന 1ാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളും അതിന്റെ ഭാഗമായിട്ട് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ പ്രവർത്തനങ്ങളൊന്നും എവിടെയും എത്താത്ത രീതിയിലുള്ള ഒരു ഭരണമായി പോയി ഈ 5 വർഷം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ പഞ്ചായത്ത് സ്ത്രീ സൗഹൃദ പഞ്ചായത്താക്കി പ്രഖ്യാപിച്ച് അതിന്റെ ഒരു ഭീമമായ സംഖ്യ അന്ന് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമ്മൾ ഫണ്ട് അനുവദിച്ചു. പിന്നീട് ഈ ഭരണസമിതിയുടെ കാലം കഴിഞ്ഞപ്പോൾ അത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ട് വെച്ചത്. അത് പല മേഖലയിലും ചർച്ച ആയ വിഷയമാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രവർത്തനം ഈ 5 വർഷം എടുത്ത് നോക്കുമ്പോൾ എവിടെയും എത്താത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലൈഫിലൊക്കെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തൊക്കെ 200-ൽ കൂടുതൽ വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പം 100 ചില്ലാൻ വീടുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അന്ന് നമുക്കറിയാം, നമ്മുടെ വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾ, ആ ആളുകൾക്ക് വാഴയൂരിന്റെ ഒരു പരിധിയിൽപ്പെട്ട സ്ഥലത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ സ്ഥലം വാഴയൂരിൽ 4.5 ഏക്കർ സ്ഥലമുണ്ട്. കഴിഞ്ഞ ഭരണസമിതി അത് അവർക്ക് പതിച്ചു കൊടുത്തും കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്ലാറ്റ് സംശയമാക്കി അവരെയൊക്കെ അതിലേക്ക് പാർപ്പിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ അതൊന്നും എവിടെയും ഈ 5 വർഷം കൊണ്ട് എവിടെയും എത്താത്ത ഒരു സാഹചര്യമാണ് അതിനെ നോക്കി കാണുന്നത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കപ്പിനും ചുണ്ടിനും ഇടയിൽ പ്രസിഡന്റ് പദവിയും നഷ്ടപ്പെട്ടു. വാഴയൂർ പഞ്ചായത്ത് വികസനത്തിന് കനത്ത തിരിച്ചടിയേറ്റ ഈ കാലഘട്ടത്തെ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ നേരത്തെ ഭാഗികമായിട്ട് ഇതിന്റെ ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ പഞ്ചായത്തിൽ നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരള സർക്കാർ നടക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമായി കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് മുന്നേറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, ഗ്രാമസഭകളിൽ കൂടെ വരുന്ന നിർദ്ദേശം, അതേപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റി, വികസന സെമിനാർ, ആ ഒരു നിർദ്ദേശത്തിന്റെ അപ്പുറത്ത് ഇതിന്റെ ഒരു കാഴ്ചപ്പാടോട് കൂടി ആസൂത്രണ സമിതിക്ക് അതിൻ്റെതായ ഒരു കാഴ്ചപ്പാട് ബോർഡ് പോയി കാണാൻ കഴിഞ്ഞില്ല എന്നല്ല. പഞ്ചായത്തിനെ ഓരോ കാര്യങ്ങളിലും മുഖ്യധാരയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറ്റം വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. അത് നമ്മുടെ ഈ നാടിന്റെ ഒരു നഷ്ടമായി തന്നെയാണ് ഈ 5 വർഷം കാണുന്നതെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഒട്ടനവധി പദ്ധതികൾ ഇപ്പോൾ PHSC അതുള്ള പോലെ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ പഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരു കാഴ്ചപ്പാടോട് പോയിട്ട് പ്രത്യേകിച്ച് ടൂറിസം മേഖലയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതൊരു പരാജയമാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. വാഴയൂരിലെ യുവജനങ്ങളുടെ വലിയ പ്രതീക്ഷയായ EMS സ്റ്റേഡിയത്തിലെ ഇന്നത്തെ അശാസ്ത്രീയമായ നിർമ്മിക്കുകയും പ്രശ്നങ്ങൾക്ക് കാരണമെന്ത്? ഇതിനുള്ള പരിഹാരമെന്ത്? ഇത് തീർച്ചയായിട്ടും യുവാക്കളുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായുണ്ട്, വലിയ പ്രശ്നമായുണ്ട്. അത് തുടങ്ങിയ കഴിഞ്ഞ ഭരണസമിതിന്റെ കാലത്താണ് ടേക്കൻ ബ്രേക്കിന്റെ ഫണ്ട് അനുവദിച്ചത്. അന്ന് സ്ഥലം 2 രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ കാരാട് അങ്ങാടിയിൽ സ്കൂളിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് പൊതുജനങ്ങൾക്കും കൂടി ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലാവുക എന്നുള്ളതാണ്. രണ്ടാമത്, പഞ്ചായത്തിലെ ഒതുങ്ങിക്കൊണ്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിന്. പക്ഷെ അത് യുവാക്കളെ വിളിച്ചു വരുത്തി സംസാരിച്ച് അതിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുതന്നെയായാലും LDF സർക്കാർ ഒക്കെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആ ഗ്രൗണ്ടിന് ഓട്ടം തട്ടാത്ത രൂപത്തിൽ യുവാക്കളെ വിളിച്ചു വരുത്തി അതിന് അനുയോജ്യമായ സ്ഥലം കാണേണ്ടി വരികയാണെങ്കിൽ അത് കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഭിപ്രായം. അടുത്ത ചോദ്യം, തെരഞ്ഞെടുപ്പ് വേളയിൽ താങ്കൾക്ക് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ വാഴയൂർ 15ാം വാർഡിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ടി പഞ്ചായത്ത് ലോക്കൽ കമ്മിറ്റികൾ ഒക്കെ തന്നെ ഓരോ മാനിഫെസ്റ്റോകൾ ഇറക്കിയിട്ടുണ്ട്.
ആ മാനിഫെസ്റ്റോകളിലെ അത് ജനങ്ങളെ കാണിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഓരോ വാർഡുകളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ കാര്യങ്ങളും ഞങ്ങൾ ആ വാർഡിൽ നടത്തുന്ന വികസനത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൃത്യമായി തുറന്ന് കാണിച്ചതാണ്. അതിന്റെ ഭാഗമായി ഏകദേശം 3 കോടി രൂപയുടെ ഉള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയാസം ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് കുടിവെള്ളമായിരുന്നു. ഏകദേശം ഒരു 90% അത് പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിലെ പുറമെയാണ് നമുക്കറിയാം 4-5 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സബ് സെന്റർ നിലകൊള്ളുന്നത്. അതിന് ഒരു 55 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ 55 ലക്ഷം രൂപ ഉൾപ്പെടുത്തി അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് നമുക്ക് അംഗനവാടികളിൽ. അവിടെ കോട്ടകുറുമ്പ അംഗനവാടി ഒരു പീഡിയ റൂമിലാണ് 10-25ഓളം വരുന്ന കുട്ടികൾ. ആ ടീച്ചറൊക്കെ വലിയ പ്രയാസത്തിൽ. അത് തുളസി മെമ്പർ ആയ സമയത്താണ് അതിന്റെ സ്ഥലം ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം അത് സ്ഥലം പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ വാങ്ങാനും അതോടൊപ്പം തന്നെ അതിലേക്ക് ആ കെട്ടിടം ഒരു ഹൈടെക് കെട്ടിടം നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ കുടുംബശ്രീ ആയിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അത് റോഡ് വികസനം ഏറ്റവും കൂടുതൽ പ്രയാസം, ഏറ്റവും കൂടുതൽ ജനസംഖ്യ, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ഒരു വാർഡായിരുന്നത്. ആ വാർഡുകളിൽ ഒരു പരിധിവരെ ഗ്രാമസഭയിൽ നിന്ന് നിർദ്ദേശം അടക്കം പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള പ്രദേശത്ത് നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ അവിടുത്തെ ജനങ്ങളുമായിട്ട് അവിടെ രാഷ്ട്രീയം നോക്കാതെ തന്നെ ലൈഫിലൊക്കെ 17 വീടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകൾ പാസ്സായി കിടക്കുന്നുണ്ട്. അതും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ 20ഓളം വരുന്ന വീടുകൾ തന്നെ നമുക്ക് അവിടെ കൊടുക്കാൻ കഴിഞ്ഞു. MGNRGS തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു ദിവസം പോലും തൊഴിലാളികൾക്ക് പണി കിട്ടുന്ന രൂപത്തിലും ഡ്രെയിനേജ് അടക്കം സംരക്ഷിച്ചുകൊണ്ടുള്ള വർക്ക് 72 ലക്ഷത്തിൽ കൂടുതൽ ഉറുപ്പ്യ അതിനുവേണ്ടി മാറ്റിവെച്ച് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാനുവസ്റ്റോ പറഞ്ഞതും അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ 90% പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വാഴയൂരിനെ വികസന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം ഏത് മുന്നണിയായിരിക്കും നൽകുക? ഇതില് വാഴയൂരിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വാഴയൂരിൽ വന്നിട്ടുള്ളത്. ഏത് മേഖല എടുത്താലും, കാർഷിക മേഖല, ഉൽപാദന മേഖല, വാശാതല മേഖല, കുടിവെള്ള മേഖല, അതൊക്കെ ഓരോ പരിപാടികൾ കൊണ്ടുവന്നത് ഇടതുപക്ഷ സർക്കാരുകൾ ഉള്ള കാലത്താണ്. അത് ഒരു സംയോജിത പ്രൊജക്ട്. അവിടെ രാഷ്ട്രീയം നോക്കാതെ ഏത് ഭരണസമിതി ആ ഇടതുപക്ഷ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ, അതേപോലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് എല്ലാ ഫണ്ടുകളും ഉപയോഗപ്പെടുത്തി ഏതൊക്കെ രീതിയിലാണോ നമ്മളെ നാടിന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യാം. ഞാൻ നേരത്തെ ഒരു ഇതിൽ സൂചിപ്പിച്ചു, നമുക്കിപ്പോ പ്രയാസം 5 വർഷമായി ഇവിടെ വീട് സ്ഥലവുമില്ലാത്ത ആളുകൾ 100 കണക്കിന് ആളുകൾ ലീസ്റ്റിൽപ്പെട്ട് കിടക്കുകയാണ്. അതിന്റെ സംവിധാനം ഇന്നുണ്ട്. കേരളത്തിൽ തന്നെ എല്ലാ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വരെ വീട് നിർമ്മിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സർക്കാർ ഉണ്ടായിട്ട് പോലും നമ്മുടെ പഞ്ചായത്തിൽ ആ 100ഓളം വരുന്ന ആളുകൾ കഴിഞ്ഞ ഭരണസമിതിന്റെ ലീസ്റ്റിൽപ്പെട്ട ആളുകളാണ്. 100ൽ കൂടുതൽ ആളുകൾ ഉണ്ടായിട്ട് അത് ഇന്ന് ഒന്നും ആവാതെ ഈ 5 വർഷം ഒന്നും ചെയ്യാതെ ഒരു തറക്കല്ല് പോലും ഇടാനുള്ള സ്ഥലം നമ്മുടെ അടുത്തുണ്ട്. ഫണ്ട് അതിനു വേണ്ടി സർക്കാർ അനുവദിച്ച് തരാനുള്ള സംവിധാനം അതൊന്നും നോക്കാതെ അവരൊന്നും എവിടെ എത്തിപ്പെടാതെ നിൽക്കുകയാണ്. അപ്പൊ ആ മേഖലയിലേക്ക് അവരെ വരും കാലങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഫ്ളാറ്റ് സംവിധാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് പോലെ വെറുതെ നല്ല പ്ലാനിങ് തന്നെ, അതൊക്കെ ഒരു ടൗൺഷിപ്പ് പോലെയാണ് അവരെ അവിടെ പാർപ്പിക്കാൻ. അല്ലാതെ വെറുതെ ഒരു ഫ്ളാറ്റ് കെട്ടി അതിൽ താമസിക്കുക എന്നല്ല, അത് കാഴ്ചപ്പാടാണ്. അതാണ് ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ആസൂത്രണ സമിതിയുടെ വികസനം, അതിൽ ഒരു വികസന കാഴ്ചപ്പാട്, അതാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസനമായി മാറുന്നത്. ആ നൂതന പ്രൊജക്ടുകൾക്ക് കാര്യമുള്ളൂ. എല്ലാ മേഖലയിലും മാറ്റം വരേണ്ടതുണ്ട്. അതിന് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നാൽ വീണ്ടും ആ സാഹചര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിൽ എടുത്തു പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു കാഴ്ചപ്പാട് എല്ലാ വാർഡുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രൗണ്ട് നിർമ്മിക്കണം എന്നുള്ളത് നല്ലൊരു കാഴ്ചപ്പാടാണ്. പ്രത്യേകിച്ച് ഈ വാഴയൂർ പഞ്ചായത്തിൽ യുവാക്കള് നല്ല രീതിയിലുള്ള ക്ലബിന്റെ പ്രവർത്തനങ്ങൾ, കേരളോത്സവം വരുമ്പോൾ നമുക്ക് കാണാം മത്സര ബുദ്ധിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിൽ നിന്നും വരുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങളാണ് നടത്താറുള്ളത്. പക്ഷെ നമുക്ക് അത് ഒരു ഗ്രൗണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇനി ഒരു വാർഡിലില്ലെങ്കിൽ പോലും പൊതുവായിട്ട് ഒരു 3-4 ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാക്കാനുള്ള കാഴ്ചപ്പാട്, അതിന് സഹായം സംസ്ഥാന സർക്കാരിന്റെ സഹായം ലഭിക്കുന്ന മുറയ്ക്ക്
അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പരാജയമായിട്ട് തന്നെയാണ് കാണുന്നത്. അതേപോലെ തന്നെയാണ് ടൂറിസം മേഖലയിലേക്ക് നമ്മൾക്കൊക്കെ ഒരു കാഴ്ചപ്പാട്, ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറ്. കഴിഞ്ഞിലം പോലെ പ്രദേശത്ത് ഒരു കളിപ്പുഴക പോലുള്ള സംഭവങ്ങൾ, അതേപോലെ തന്നെ തിരുത്തികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ടൂറിസം മേഖല, അങ്ങനത്തെ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നൂതന പ്രൊജക്ടുകൾക്ക് പ്രാധാന്യം നൽകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കർഷകർക്കൊക്കെ ഇപ്പോൾ താങ്ങുവിലയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ കാലത്തൊക്കെ നമുക്ക് വാഴക്കലയ്ക്കൊക്കെ എല്ലാവർക്കും അറിയാം വലിയ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ പിന്നെ ഒരു ഇതിനായിട്ടുള്ള പ്രൊജക്ട് വളരെ അപകടകരമായ രീതിയിലാണ് കൃഷിക്കാരൊക്കെ പ്രയാസങ്ങൾ, പിന്നെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കും, വാഴ ഉണ്ടാക്കും, ചിലപ്പോൾ വെള്ളം വന്നു പോകും. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വില കിട്ടാത്ത ഒരവസ്ഥ. അതിന്നൊക്കെ ഒരു മാറ്റം വരുത്തുന്ന രീതിയിലേക്ക് ഒരു കൂട്ടായ്മ പ്രവർത്തനം, അവർക്കൊക്കെ ഒരുപാട് അനുഭവം. നെല്ല് കർഷകർക്ക് ഒന്ന് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഉള്ളത്. അതൊക്കെ കൃഷിഭവന്റെ ഒക്കെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതൊക്കെ ഒരു പ്രൊജക്റ്റാക്കി വെച്ച് അതിനൊരു അംഗീകാരം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം, നൂതന പ്രൊജക്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. ഈ വർക്കുകളൊക്കെ തീർക്കുന്നതിനും അങ്ങനെ പോകുന്ന വികസന കാഴ്ചപ്പാടോടുകൂടി വാഴയൂരിനെ ഒരു മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വാഴയൂർ പഞ്ചായത്ത് LDF മുന്നണി അധികാരത്തിൽ വന്നാലേ സാധിക്കുകയുള്ളൂ. അത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആ LDF മുന്നണി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. നിങ്ങൾ തന്ന ചോദ്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങളെ ഓരോ നറുക്കല് ചോദ്യങ്ങളൊന്നും ഭരണത്തിന്റെ കാര്യങ്ങളതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും റിയൽ വിഷൻ ചാനൽ ഇതുപോലത്തെ ഒരു സംവിധാനത്തിൽ ഇന്റർവ്യൂ പോലെ നടത്താൻ, അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ നിങ്ങൾ മുന്നാകെ അറിയിക്കുകയാണ്.